നല്ല മഴയുള്ള ദിവസം അല്ലേ? സാധാരണ എങ്ങനെയാ മഴയുള്ള ദിവസം നല്ല മടിയല്ലേ? പക്ഷെ എനിക്ക് എന്താന്ന് അറിയത്തില്ല, മഴയുള്ള ദിവസം നല്ല ഉഷാറാ ജോലികളൊക്കെ ചെയ്യാൻ. നമ്മൾ വിയർക്കത്തെയോ ക്ഷീണിക്കത്തെയോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല എനിക്ക്. ഇനി എനിക്ക് മാത്രമുള്ള വട്ടാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ചായയൊക്കെ കുടിച്ച് പതുക്കെ അങ്ങോട്ട് കിച്ചണിലോട്ട് കയറി. ഞാൻ കരുതി ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആക്കാമെന്ന്. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ആദ്യം മേഞ്ഞെടുത്തു. ഇത് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതൊന്നും സെപ്പറേറ്റ് ചെയ്തൊന്നും വെച്ചില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എടുത്തതിന് ശേഷം ബാക്കി അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ അത്രയും ജോലി ഒഴിഞ്ഞല്ലോ. എനിക്കിതൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടം, എടുത്ത് വെക്കുന്ന മുടിഞ്ഞ മടിയുള്ള കാര്യമാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ വ്ളോഗിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ അടുക്കി പറക്കിയൊക്കെ വെക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ എന്താ ക്ഷമയെന്ന്. അങ്ങനെ ഞാൻ എന്തായാലും ഇതൊക്കെ വെട്ടി കണ്ടിച്ച് വൃത്തിയാക്കി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് വെജിറ്റബിൾസ് ഇങ്ങനെ ഇന്ന് അരിയാൻ. അത് വൃത്തിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല, പ്രത്യേകിച്ച് ഈ സാമ്പാറിന് അവിയലിന് ഇങ്ങനെ പല വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ സാമ്പാർ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വെക്കാൻ മാത്രമല്ല കഴിക്കാനും ഭയങ്കര ഇഷ്ടം. ഇവിടെ മക്കൾക്കും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ സാമ്പാർ. എന്താ പ്രത്യേകത എന്ന് അറിയത്തില്ല. എനിക്ക് പണ്ടേ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയാത്ത കാലം തൊട്ടേ സാമ്പാറും ചോറും, സാമ്പാർ ഇഡലി ദോശ അങ്ങനെയുള്ള സാധനങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടം തന്നെ. നമ്മുടെ തെക്കൻകാർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ ഈ സാമ്പാറൊക്കെ. സാമ്പാറുമായിട്ട് കോമ്പിനേഷനുള്ള വേറൊരു ഐറ്റം പറഞ്ഞു തരട്ടെ, പുട്ടും സാമ്പാർ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട്. കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഒരു ചായയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. എനിക്ക് പുട്ട് കഴിക്കണമെങ്കിൽ ഒരു ചായയൊക്കെ വേണം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. വേണമെന്നൊക്കെ നിർബന്ധമില്ല, കാര്യം ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ ഈ പുട്ടും സാമ്പാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം പറഞ്ഞിരുന്ന ടൈം പോയതൊന്നും പറഞ്ഞില്ല കേട്ടോ. അതാണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വിസിൽ കേട്ടപ്പോഴത്തേക്കും വിസിൽ കേട്ട് ഞാൻ ഫുൾ ആവി പോകുന്നവരെ അവിടെ വെച്ചേക്കും. എന്നിട്ട് അത് തുറന്ന് വെജിറ്റബിൾസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതൊന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ദാണ്ട മറ്റേ അടുപ്പിൽ ഞാൻ ഇഡലിക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. ഇഡലി ഈ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തട്ടിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഞാൻ സാമ്പാറിനുള്ള കടുക് വറുക്കാനായിട്ട് വെച്ച് കൊടുത്തു. അതിൽ തന്നെയാണ് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ആ സമയം ദാണ്ട ഇത് വന്നിട്ട് നമ്മുടെ ബാൻഡേഡ് ഉണ്ടായിരുന്നല്ലോ, ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തൊട്ട് അവന് കൈ മുറിയലാണ്, കൈയും കാലും മുറിയൽ. അപ്പോൾ എപ്പോഴും ഇതിനായിട്ട് ഒട്ടിക്കാനായിട്ട് വേണ്ടിയാണോ എന്തോ കൈയൊക്കെ മുറിച്ചുകൊണ്ട് വരുന്നത്. രണ്ട് കാലിലും ബാൻഡേഡ് ഒട്ടിച്ച് നടക്കുമായിരുന്നു ആൾ. പക്ഷേ ഈ ബാൻഡേഡ് എനിക്കൊരു ആശ്വാസം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കൈയൊക്കെ മുറിയുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഒട്ടിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചെങ്കിലും അവൻ ഈ എവിടെയെങ്കിലുമൊക്കെ വീണൊന്ന് കൈ മുറിയുമ്പോഴോ ഒക്കെ കൈയെല്ലാം കാൽമുട്ടൊക്കെ മുറിയുമ്പോഴേ ഓടിപ്പോയി ഇതങ്ങ് എടുത്ത് ഒട്ടിച്ച് കൊടുത്താൽ അപ്പം സ്റ്റോപ്പ് ആവും കരച്ചിൽ. അങ്ങനെ നല്ലൊരു ആശ്വാസമുള്ള കാര്യം കേട്ടോ. ആ ബാൻഡേഡിൻ്റെ ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഈ വീട്ടിലെ മിക്ക സാധനം കാണുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഫ്രിഡ്ജിൽ വന്ന് നോക്കിയാൽ മതി, എല്ലാം കിട്ടും. ചീപ്പ് തൊട്ട് ചെരുപ്പ് വരെ സാധാരണ ഇതിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പം ഞാൻ ആമസോണിൽ നിന്ന് ഒരു ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് ഒട്ടിച്ച് വെച്ച് ലോക്ക് ചെയ്ത് താക്കോല് മാറ്റി വെച്ചേക്കുക. അതുകൊണ്ട് ഇപ്പം നല്ല ആശ്വാസമുണ്ട്. സാമ്പാറിൻ്റെ പൊടി വറുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല ചമ്മന്തി വെക്കാൻ എടുത്തു. ചമ്മന്തിക്കായിട്ട് ഞാൻ തേങ്ങ നേരത്തെ എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നു. അതങ്ങ് എടുത്ത് വെളിയിൽ വെക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ തേങ്ങയൊന്ന് തണുപ്പൊക്കെ മാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡലി ദാണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത സെറ്റ് ഇഡലി പുഴുങ്ങാനായിട്ട് ഞാൻ ദാണ്ട് അതിലേക്ക് തട്ടിലൊക്കെ എണ്ണയൊക്കെ പുരട്ടി മാവൊക്കെ ദാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 4 തട്ടും കൂടെ ഞാൻ ഒരുമിച്ച് വെക്കാത്തതെന്ന് വെച്ചാൽ ഈ ഇഡലി പൊങ്ങി വരുമ്പോൾ ഈ തട്ടിൻ്റെ അടുപ്പിച്ചുള്ള തട്ടാണ്ട് ഈ മേളിലത്തെ തട്ടിൽ ഇങ്ങനെ ഇഡലി തട്ടിയിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കത്തില്ല. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇടിയപ്പം ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇഡലിയൊക്കെ ഒന്ന് തണുപ്പ് മാറാനായിട്ട് എൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കും കേട്ടോ. ഇത് പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിയ ഒരു അബദ്ധം, കുക്കിംഗ് ഒന്നും ഒരു പൊടി അറിയാതെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ വന്നിട്ട് ഞാൻ അതിൽ ഇഡലി ഇങ്ങനെ പിടുങ്ങുമ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞിങ്ങനെ തട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ നനച്ച് കൊടുക്കണം, ഒന്ന് പൈപ്പിൻ്റെ ചോട്ടി വെച്ച് ഇങ്ങനെ നനച്ച് കൊടുക്കണം. ഞാൻ അങ്ങനെ ഇടിയപ്പം ഇളകി വരാൻ വേണ്ടി ഇങ്ങനെ ഒരു തട്ടെടുത്ത് കമഴ്ത്തിയപ്പോഴത്തേക്ക് അത്ര ഇഡലി ആ സിങ്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. പിന്നെ നല്ല ചമ്മന്തിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ തണുപ്പൊക്കെ മാറി വന്നു. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് വെള്ള ചമ്മന്തിയാണ് ആയിരിക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരു അരമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കും കേട്ടോ. എനിക്ക് എന്തിലിങ്ങനെ തൊട്ടാലും കൈ കഴുകുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. തേങ്ങ തൊട്ടാലും ഉപ്പി തൊട്ടാലും ഏതി തൊട്ടാലും ഞാൻ ഉടനെ തന്നെ കൈ കഴുകും കേട്ടോ. അതിനായിട്ട് എനിക്ക് വലിയൊരു ഉപകാരം. ഈ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ എനിക്ക് പൈപ്പ് നിൽക്കുന്ന ഏതി തൊട്ടാലും ഓടിപ്പോയി അതിൽ പൈപ്പ് തുറന്ന് ഞാൻ കൈ കഴുകും. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരപ്പൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മുളക് പൊടി കുറവായിട്ട് തോന്നി, ചെറിയൊരു കളർ വ്യത്യാസം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാമ്പാറും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ പുറത്ത്. ആ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇന്ന് ചെയ്യാൻ എന്തൊരു രസമല്ലേ. അങ്ങനെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 3 ഇഡലിയൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ചമ്മന്തിയൊക്കെ നല്ലപോലെ ഉരുട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു പപ്പടം എടുത്ത് വെച്ചു. പിന്നെ പൊടി, എനിക്ക് പൊടി ഉണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊന്നും വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് എണ്ണയിൽ ആ പൊടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത പൊടിയൊക്കെ പറന്നു വന്നു. പിന്നെ ഞാൻ ഒഴിച്ചൊക്കെ കൊടുത്തു. പിന്നെ പപ്പടം സാമ്പാർ എല്ലാം കൂടെ സെറ്റാക്കി. മഴയും നല്ല വൈബല്ലേ. പക്ഷെ മഴയൊക്കെ കഴിഞ്ഞ എന്നാലും സാരമില്ല കേട്ടോ. പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് ആ തോന്ന് നിന്ന് ആ ഒരു തണുപ്പും വൈബും ആ മണ്ണിൻ്റെ മണം സൂപ്പർ. പിന്നെ ചൂട് ഇഡലിയും സാമ്പാറും ചമ്മന്തി പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ ഒരു ക്ലൈമറ്റിന് സൂപ്പർ ഒരു ഐറ്റം തന്നെ.